നായർ സർവീസ് സൊസൈറ്റിയിലെ വിവാഹ ചടങ്ങുകളിൽ ഇനി ഈ പ്രാർത്ഥനാഗാനം മുഴങ്ങും. വിഘ്നേശനും ഗുരുവുമാദിത്യനഗ്നിയും വാണിയും ബ്രഹ്മനും തുണൈകണം. സുമുഹൂർത്തമാക്കേണമീ മംഗളം സർവശുഭദീപ്തമാകട്ടെ ജയമംഗളം. ഉമയോടു പരമേശനെന്ന പോലെ ഹരിയോടു രമവാണിടുന്ന പോലെ ഇരുപേരും ഒന്നിച്ചു കാലമേറെ നലമോടെ വാഴട്ടെ ജയമംഗളം. രഘുരാമ സീതാസമം സദസ്സിൽ വധുവൊത്തു വിധുവായ വരനിരിക്കേ ഇരു കുടുംബം തമ്മിലിതളു ചേരും ഹൃദയങ്ങളോതിടും ജയമംഗളം. കുരവയിട്ടാമോദമൊഴുകിടുമ്പോൾ ഉയിരോടുയിർ ചേർന്നു താലി ചാർത്തും വരണമാല്യത്തോടെ വലതുവയ്ക്കേ അരുളട്ടെ മംഗളം പത്മനാഭൻ ശ്രീ പത്മനാഭൻ. പുനലൂരിൽ വെച്ച് നടന്ന പത്തനാപുരം താലൂക്ക് യൂണിയൻ NSS കരയോഗം ഭാരവാഹികളുടെ സമ്മേളനത്തിൽ പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകനും ഗായകനുമായ M ജയചന്ദ്രനാണ് ഗാനം ആലപിച്ചത്. ഗാനരചയിതാവും കവിയോട് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു നായരായി ജനിച്ചു എന്നുള്ളത് മാത്രമല്ല NSS ആയിട്ടുള്ള എൻ്റെ ബന്ധം. ഞാൻ പഠിച്ചത് തിരുവനന്തപുരം നീറമങ്കരയിലുള്ള മന്ന മെമ്മോറിയൽ റെസിഡൻഷ്യൽ ഹൈസ്കൂളിലാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് എന്താണെങ്കിലും അതിന് ആ ഒരു തട്ടകം ഇട്ട് തന്നത് എൻ്റെ ആ മഹത്തായ ആ സ്കൂളാണെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ ദിവസവും ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈനാഥം എന്ന പ്രാർത്ഥന പാടിയത് 3ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഞാനായിരുന്നു. അപ്പൊ അതെല്ലാം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇത് ഇങ്ങനെ ഒരു മംഗളഗാനം അല്ലെങ്കിൽ പ്രാർത്ഥന വേണം എന്ന് ഗണേശേട്ടൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ലോകത്ത് എത്രയോ സംഗീത സംവിധായകരുണ്ട്. നമ്മുടെ സമുദായത്തിൽ നിന്ന് തന്നെ എത്രയോ വിശിഷ്ടരായിട്ടുള്ള സംഗീതജ്ഞരുണ്ട്. പക്ഷേ ഗണേശേട്ടൻ ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു എന്നതാണ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഭാഗ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്ത് തന്നെയാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? അത് ഹരിയായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് പൈതൃകത്തിൽ കിട്ടിയ ഒരു പാട്ട് പോലെ വേണം അത്. ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു പാട്ട് നമ്മൾ എവിടെയോ കേട്ടു മറന്നു. നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന പാട്ട് ഇപ്പോൾ ഒന്നുകൂടെ കേൾക്കുന്ന പോലെ തോന്നുന്ന രീതിയിലായിരിക്കണം ഈ പാട്ട് എന്നാണ് ആഗ്രഹിച്ചത്. അപ്പോൾ ആ രീതിയിലാണ് ഇതിന് ഈണം ചെയ്തിരിക്കുന്നത്. പിന്നെ ആർക്കും പാടാമെന്ന്. ഇതിന് സംഗീതത്തിൽ MA PhD ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല.
അല്ലെങ്കിൽ ഒരു ഗായകനോ ഗായികയ്ക്കോ മാത്രം പാടാവുന്ന രീതിയിലല്ല ഈ പാട്ട്. എല്ലാവർക്കും പാടാം. വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് പാടാൻ ഒരു ശ്രമവും വേണമെങ്കിൽ നടത്താം. പാടാൻ ആരെങ്കിലും തയ്യാറാണെങ്കിൽ എല്ലാവരും പാടാൻ തയ്യാറാണോ? ഞാൻ ഒരു വരി പഴയ തിരിച്ച് പാടി കേൾപ്പിക്കോ? ആണോ? അവിടെ എന്താ പറയുന്നത്? എല്ലാവരും ഒന്ന് കഴിച്ച് മസാജ്. വിഘ്നേശനം ഗുരുമാദിത്യനഗ്നിയം കണ്ടോ? എല്ലാവരും കാണാം. വാണിയം ബ്രഹ്മനും തുണയേകണം സുമുഹൂർത്തമാക്കേണമീ മംഗളം സർവശുഭദീപ്തമാകട്ടെ ജയമംഗളം. ഉമയോട് പരമേശനെന്ന പോലെ ഹരിയോടു രമവാണിടുന്ന പോലെ ഇരുപേരും ഒന്നിച്ചു കാലമേറെ നലമോടു വാഴട്ടെ ജയമംഗളം. എല്ലാവർക്കും 10ൽ 15 മാർക്ക്. ഞാനാണ് അങ്ങോട്ട് കൈ തരുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോമ്പസിഷൻ ഇതുപോലെ ഇങ്ങനെ പഠിപ്പിച്ച് പാടിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ പിന്നണി ഗായകരാണ്. അപ്പോൾ ഒരുപാട് നന്ദി പറയുന്നു ഈ അവസരത്തിൽ. പിന്നെ ഹരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രതിഭാധനനായ ഈ ഗാനരചിതമാണ് ഹരി. ഗാനരചയിതാവ് BK ഹരിനാരായണന്റെ വരികൾക്ക് M ജയചന്ദ്രനാണ് ഗാനം ചിട്ടപ്പെടുത്തിയത്. ഈശ്വരനെയും സമുദായ ആചാര്യനെയും നായർ സർവീസ് സൊസൈറ്റിയും പ്രതിപാദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ ഗാനം ആദ്യമായാണ് പ്രകാശനം ചെയ്യുന്നത്. വിവാഹ മംഗളഗാനത്തിന്റെ CD പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടന്നു. ഗാനത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. വിവാഹ മരണാനന്തര കർമ്മങ്ങൾ പഠിപ്പിക്കുവാനുള്ള നായർ സമുദായത്തിന്റെ ആചാരകർമ്മ പദ്ധതി പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. താലൂക്ക് യൂണിയനിലെ കരയോഗം ഭരണസമിതി അംഗങ്ങൾ, ഭാരവാഹികൾ, യൂണിയൻ പ്രതിനിധികൾ, NSS ഇലക്ട്രോൾ മെമ്പർമാർ, വനിതാ സമാജം ഭാരവാഹികൾ, വനിതാ സ്വയം സഹായ സംഘം പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി എന്നിവരാണ് കരയോഗം ഭാരവാഹികളുടെ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഏകദേശം 2000-ലേറെ സമുദായ നേതാക്കന്മാർ സമ്മേളനത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.